ഹായ് എവരി വൺ. അപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്ന ചാപ്റ്ററാണ്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്താണ്, ഏതൊക്കെ ടൈപ്പാണ് വരുന്നത് എന്നുള്ളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടായിരുന്നു പറഞ്ഞത്. ഇനി അതിൻ്റെ നമ്മൾ മെയിൻ പാർട്ടിലോട്ട് എങ്ങനെയാണ് ഈ ലീനിയർ ഇൻഇക്വാലിറ്റീസ്, അതായത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് 1 വേരിയബിളിൻ്റെയും 2 വേരിയബിളിൻ്റെയും കേസാണ്. അതായത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾജിബ്രായിക് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ, അതുപോലെ ആ സൊല്യൂഷൻ്റെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനും ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഈ ഏതെങ്കിലും സിമ്പിൾ AX പ്ലസ് ബി ഇതിലുള്ള ഏതെങ്കിലും സിമ്പിൾ ഒരു D A നോട്ട് ഈക്വൽ ടു 0 ഈ രൂപത്തിലുള്ളതാണ് എന്ത് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻസ് ആൾജിബ്രായിക് സൊല്യൂഷനും അതുപോലെ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ഒരു 2x + 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8, 2x + 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം വരുന്നതെങ്കിൽ, അതായത് ഇതാണ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം വരുന്നതെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 - 4, അതായത് ഇവിടെയും നമ്മൾ സാധാരണ ഒരു ഇക്വേഷൻ ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ വെച്ച് എഴുതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും, അതുപോലെ ഇങ്ങോട്ട് അത് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. പ്ലസ് ഉള്ള അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് ഉള്ള അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. 2x + 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 8 ആണ്. 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 8 - 4, അപ്പോൾ നമുക്ക് 2x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 4, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 4/2, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2. അപ്പോൾ ഇതെന്തായിരുന്നു ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ ആയിരുന്നു. അതിൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എന്താണ് ലഭിച്ച് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസറൊക്കെ ചെയ്യുമ്പോൾ സൊല്യൂഷൻ ഇങ്ങനെയല്ല, സൊല്യൂഷൻ സെറ്റായിട്ടാണ് എഴുതുന്നത്. അതായത് ഇതതിൻ്റെ സൊല്യൂഷൻ തന്നെയാണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 ആണ്. പക്ഷേ അത് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, x എലമെൻ്റ് ഓഫ് 2 to ഇൻഫിനിറ്റി. സൊല്യൂഷൻ സെറ്റായിട്ടാണ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫൈനലി എഴുതാനുള്ളത് ഈ ഒരു സംഭവമാണ്. പ്രോബ്ലം ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ തിയറി പോർഷൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് എഴുതുന്നത്, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 എന്നുള്ളത് ഈ സെറ്റ് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ ഇൻ്റർവെല്ലിനെ സെറ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ ഏതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സെറ്റ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു x ഗ്രേറ്റർ ദാൻ ഈക്വൽ 2 എന്ന് റെപ്രസെൻ്റ് ചെയ്യൽ ഇങ്ങനെയാണ് x എലമെൻ്റ് ഓഫ് 2 to ഇൻഫിനിറ്റി, x എലമെൻ്റ് ഓഫ് 2 to ഇൻഫിനിറ്റി. ഇതിപ്പോൾ നമ്മളൊരു റിയൽ നമ്പേഴ്സാണ്, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. 2x എന്താണെന്നുള്ള, അപ്പോൾ നമ്മൾ എക്സിനെ ഒരു റിയൽ സൊല്യൂഷനായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി ചില ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, നാച്ചുറൽ നമ്പേഴ്സ്, x നാച്ചുറൽ നമ്പർ ആണെന്ന് കൂടി പറയും. അതായത് ഈ ഒരു കണ്ടീഷനും തരും, x നാച്ചുറൽ നമ്പർ ആണെന്ന് കൂടി തന്നാൽ നമുക്ക് എന്ത് ലഭിച്ചു, ഇപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 എന്ന് ലഭിച്ചു. x ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സൊല്യൂഷൻ സെറ്റ് ഇതുപോലെ എഴുതാൻ പറ്റൂല. എന്തുകൊണ്ട്, ഇത് റിയൽ നമ്പേഴ്സ് ആണ് വരുന്നത്. 2 to ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ എഴുതുന്നത്, 2 3 therefore സൊല്യൂഷൻ ഈസ് എന്നൊക്കെ പറഞ്ഞാണ്ട്, അതായത് പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക, എന്നിട്ട് 2 3 4 5 എക്സെട്ര അങ്ങനെ എഴുതി വെക്കുക. അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും വരിക, 2 3 4 5 എക്സെട്ര എന്നുള്ള ഇത്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ സൊല്യൂഷൻ എഴുതുന്നത്. ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതുപോലെ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റായിട്ട് എഴുതാൻ പറ്റും, ഇൻ്റർവൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സ് ആണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതുപോലെ ഓരോ കോമട്ട് സംഭവങ്ങൾ എഴുതുക. അപ്പോൾ അതാണ് ഒരു ടൈപ്പ് ആൾജിബ്രായിക് സൊല്യൂഷൻ ചെയ്യുന്നത് ഈ ഒരു രൂപത്തിൽ. ഇതുപോലെ 1 വേരിയബിളുള്ള
ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഈ ഒരു രൂപത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? 2x+4 > or = 8 ആയിരുന്നു. നമുക്കത് സോൾവ് ചെയ്ത് വന്നപ്പോൾ എന്ത് ലഭിച്ചു? x > or = 2 എന്ന് ലഭിച്ചു. ഇനി അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ചോദിക്കും. അതായത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനും പറയും, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാണിക്കാൻ പറയും ചില ക്വസ്റ്റ്യൻ. അതായത് അങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് സോൾവ് ചെയ്യാനും പറയും. സോൾവ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ സെറ്റ് തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതി. എന്താണ്? x∈2 to ∞ അങ്ങനെ എഴുതി. ഇനി അല്ലെങ്കിൽ എന്ത് പറയും? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ വൺ വേരിയബിളിൻ്റെ ആൾജിബ്രായിക് സൊല്യൂഷനും അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ആൾജിബ്രായിക് സൊല്യൂഷൻ ലഭിച്ചു. ഇനി അതായത് ആൾജിബ്രായിക് സൊല്യൂഷൻ അത് സോൾവ് ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ ലഭിച്ചു. അതിന് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറയും. അപ്പോൾ റിയൽ ലൈനിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദിക്കും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലെ 0 1 2 3 4 -1 -2 -3 ഇങ്ങനെയാണല്ലോ റിയൽ ലൈൻ വരുന്നത്. റിയൽ ലൈനിൽ ഓരോ നമ്മൾ 0 1 2 3 അങ്ങനെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. ഇനി സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുന്നത് 2 എന്നുള്ളത് ഇൻക്ലൂഡഡ് ആണ്. 2 മുതൽ അങ്ങോട്ടുള്ള മുഴുവനും 2 to ∞ എന്ന് പറയുന്നത് 2 മുതലുള്ള അങ്ങോട്ടുള്ള മുഴുവനും. അപ്പോൾ അത് സൊല്യൂഷനിൽ കാണിക്കുന്നത് വെച്ചാൽ അതെങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം. ഈ 2 എന്നുള്ളവിടുത്തെ ചെറിയ ഡോട്ടഡ് സർക്കിൾ പറഞ്ഞാൽ സർക്കിൾ ഫില്ല് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഡോട്ടഡ് സർക്കിൾ എന്നാണ് ആ രൂപത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളതാണ് ഹോളോ സർക്കിൾ. അത് ഈ കേസ് അല്ല. അതായത് 2 ഇൻക്ലൂഡഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഗ്രാഫ് ഓരോന്നിൻ്റെ ഫങ്ഷൻസിൻ്റെ ഒക്കെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സംഭവം. ഒരു പോയിന്റ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇട്ടാണ് വരയ്ക്കുക. എക്സ്ക്ലൂഡഡ് ആണെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മളിതുപോലെ ഹോളോ സർക്കിളാണ് വരയ്ക്കുക. അപ്പോൾ ഈ ഡോട്ട് സർക്കിൾ ഇട്ടിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കറുപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ലൈന് 2 to ∞ വരെ ആയതുകൊണ്ട് ഏത് വരെയുള്ള വെച്ചാൽ അത്രയും കറുപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ആദ്യം സോൾവ് ചെയ്ത് ഇതുവരെ എത്തിക്കുക. അതിന് ശേഷം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ സൊല്യൂഷനോ അത് ഈസ് ഗിവൺ ബൈ എന്ന് പറഞ്ഞാണ്ട് ഈ ഒരു സംഭവം ചെയ്യുക. അപ്പോൾ 2 to ∞ എന്നുള്ളതാണ് ഇത് കാണിച്ച്. ഇനി വേറെ ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരും. 2 <x <3 എന്നൊക്കെ വരും. ഇങ്ങനെയുള്ള സൊല്യൂഷൻ ആകുമ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം. 2 <x <3 അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഇതുപോലെ റിയൽ ലൈന് വരയ്ക്കുക. അതായത് റിയൽ ലൈൻ ഒരൊറ്റ ലൈനായിട്ട് വരയ്ക്കുക. ഇവിടെ 0 1 2 3 4 5 -1 അങ്ങനെ. അപ്പോൾ എവിടെയാണോ സൊല്യൂഷൻ വരുന്നത് ആ രൂപത്തിൽ നമ്പേഴ്സ് വരുന്ന രൂപത്തിൽ വരയ്ക്കും. ഇവിടെ 2 ഉം 3 ഒക്കെ ആണ്. അപ്പോൾ 2 ഉം 3 ഉം ഒരു സെൻറ്ററിലൊക്കെ ആയിട്ട് വരുന്നത്, അതായത് ഇവിടെ ഏതൊക്കെ നമ്പേഴ്സാണോ അത് ഇവിടെ വരുന്ന രൂപത്തിൽ നമ്മൾ റിയൽ ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ 2 2 ഉം 3 ഉം ഇൻക്ലൂഡഡ് ആണോ സൊല്യൂഷനിൽ, അതായത് ഇങ്ങനെ സൊല്യൂഷൻ ഫൈനലി ലഭിക്കുകയാണെങ്കിൽ ഏതെങ്കിലും കേസിൽ, അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ വരുമ്പോൾ 2 to 3 ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതേണ്ടി വരിക. അതായത് സൊല്യൂഷൻ സെറ്റായിട്ടാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഫൈനൽ സൊല്യൂഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ലീനിയർ ഇൻഇക്വാലിറ്റി ആയിട്ടല്ല. ഫൈനൽ സൊല്യൂഷൻ ഇതുപോലെ എന്തായിട്ടാണ് കാണിക്കുന്നത്? സൊല്യൂഷൻ സെറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുക ഫൈനൽ സൊല്യൂഷൻ. അതിൻ്റെ ശേഷം ഗ്രാഫിക്കലി അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 ഇൻക്ലൂഡഡ് അല്ല, 3 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? 2 എന്നുള്ളിടത്ത് ഡോട്ട്, ഇവിടെയും ഡോട്ടല്ല ഹോളോ സർക്കിള്, എന്നിട്ട് ഇവിടെ കറുപ്പിക്കുക. ഇവിടെ രണ്ടിടത്ത് ഒരു ഹോളോ സർക്കിള്, എന്നിട്ട് അവിടെ കറുപ്പിക്കുക. അതിന് എക്സാമിനൊക്കെ നമ്മൾ ഇതുപോലെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ ഇത് വരാമെന്ന് അറിയാമല്ലോ. 2 ഉം 3 ആണ്. അപ്പോൾ 2 ഉം 3 ഒക്കെ അവിടെ ഒരു സ്പേസ് വിട്ടിട്ട് ആദ്യം ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ 2 ഇവിടെ 3, അതായത് 2ൻ്റെ അവിടെ ആദ്യം ഇങ്ങനെ ലൈന് കംപ്ലീറ്റ് ചെയ്യരുത്, ഇങ്ങനെ വരച്ച് വെക്കുക. അപ്പോൾ ഒന്നുകൂടി വൃത്തിയിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ കറുപ്പിക്കുക ബാക്കിയുള്ള ഭാഗം. അതായത് ഇങ്ങനെ ആദ്യം ലൈന് വരച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈന് വരും. അപ്പോൾ അതിനായിട്ടൊന്ന് വൃത്തിയിൽ കാണുന്ന ഏതാണ് നല്ലത്? 2ൻ്റെ അവിടെ ഹോളോ സർക്കിൾ, ഈ ലൈനൊന്നും അവിടെ വരക്കാതെ ആദ്യം ഒരു സർക്കിൾ, ചെറിയ സർക്കിൾ വരക്കാനുള്ള ഗ്യാപ്പ് കൊടുക്കുക. 3ൻ്റെ അവിടെയും ഇതുപോലെ, അതായത് അവ ഇൻക്ലൂഡഡ് അല്ലെങ്കിലുള്ള കേസാണ് പറയുന്നത്.
ഇനി ഇൻക്ലൂഡഡ് ആണെങ്കിൽ 2 ≤ x <3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ലൈൻ അവിടെ വരച്ചാലും കുഴപ്പമില്ല, നമുക്ക് അവിടെ കറുപ്പിക്കാനുള്ളതാണ്, ഡോട്ടഡ് സർക്കിളാണ്. അപ്പോൾ ആ കേസിൽ ലൈൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനത്തെ ഹോളോ സർക്കിൾ വരക്കാനുള്ളൊരു കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് വൃത്തിക്ക് വേണ്ടി എങ്ങനെ ചെയ്യുക, അവിടെ ആദ്യം ഈ ലൈന് കംപ്ലീറ്റ് ആയി വരക്കാതെ സർക്കിൾ വരക്കാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കുക. ഇപ്പോൾ 2 ≤ x <3 ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സൊല്യൂഷൻ വരുന്നത്. ഇനി അതുപോലെ -∞ to 2 എന്നൊക്കെ ആണെങ്കിൽ -∞ to 2 അതെങ്ങനെയായിരിക്കും വരിക, -∞ to 2 എന്നുള്ളതൊക്കെ 2 1 0 -1 ഇങ്ങോട്ട് ഇങ്ങനെ ആണെങ്കിൽ -∞ to ഇവിടെ ഒരു ഹോളോ സർക്കിള്, പിന്നെ ബാക്കി ഇങ്ങോട്ട് കറുപ്പിക്കുക, ഈ ഒരു ആരോയും കറുപ്പിക്കുക. ഈ ആരോ കറുപ്പിക്കുന്നത് എന്തിനാണ്, അങ്ങോട്ട് ഇനിയും ഇൻഫിനിറ്റി വരെ -∞ വരെ പോകുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. നേരത്തെ നമ്മൾ +∞ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ഒരു ആരോ ഇങ്ങോട്ടുള്ള ആരോനെ കറുപ്പിക്കുക, അപ്പോൾ അങ്ങോട്ട് +∞ വരെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ ഇങ്ങോട്ടുള്ളതാണെങ്കിൽ -∞ വരെ പോകുന്നു കാണിക്കാൻ വേണ്ടി ഈ ഒരു ആരോൻ്റെ ഇവിടെ ഇത് കറുപ്പിക്കുക. അതായത് ഹോളോ സർക്കിൾ എന്താണ്, ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ, ആ സംഖ്യ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഹോളോ സർക്കിളും, ആ സംഖ്യ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഡോട്ടഡ് സർക്കിളും. ഹോളോ സർക്കിൾ ഡോട്ട് സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഹോളോ സർക്കിൾ, ഇത് ഡോട്ടഡ് സർക്കിൾ, അങ്ങനെ വിളിച്ചു. അതായത് അതിനെ ഫില്ല് ചെയ്യുന്നുണ്ട് ആ സർക്കിളിനെ, അതായത് ആ സംഖ്യ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ചെയ്യുക. നമ്മൾ ഏതിൽ പഠിച്ചിട്ടുണ്ട്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മളൊരു നമ്പർ ഇൻക്ലൂഡഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻക്ലൂഡ് അല്ലെങ്കിൽ ഉള്ള ഓരോ കേസുകളൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്, റിയൽ ലൈനിൽ ഈ ഒരു സൊല്യൂഷൻ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെ ആൾജിബ്രായിക് സൊല്യൂഷൻ ആദ്യം കണ്ടിട്ട് ആൾജിബ്രായിക് സൊല്യൂഷൻ കണ്ടിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് വേറെ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാണിക്കുക. അപ്പോൾ അതാണ് ഇതിൽ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ, ആ 1 വേരിയബിളിൻ്റെ എന്ത് ആൾജിബ്രായിക് സൊല്യൂഷനും അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും. ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 2 വേരിയബിൾ. അതിനതുപോലെ ആൾജിബ്രായിക് സൊല്യൂഷൻ കാണാൻ കഴിയില്ല, അതായത് ഒരു x എലമെൻറ്റോ അല്ലെങ്കിൽ y ഇടയിലാന്നുള്ളതൊക്കെ ജനറലി അങ്ങനെ കാണാറില്ല. അതിനെങ്ങനെയാണ് സൊല്യൂഷൻ കാണാറ്, ഗ്രാഫിക്കലി മാത്രമാണ് കാണാറ്. അതായത് XY കുറേ പോയിൻറ്റ്സ് ആകാൻ പറ്റും എന്നുള്ളത് എങ്ങനെയാണ് കാണിക്കാൻ പറ്റുള്ളൂ, ഒരു XY ഇങ്ങനെയുള്ളതിൽ XY പ്ലെയിനിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സൊല്യൂഷൻസൊക്കെ അതൊക്കെ ഒരു ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ആൾജിബ്രായിക് സൊല്യൂഷൻ അങ്ങനെ വരുന്നില്ല, അതായത് അങ്ങനെ നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പഠിക്കുന്ന അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ലീനിയർ ഇൻഇക്വാലിറ്റീസ് ഇൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞാൽ അവിടെ x മാത്രമേ ഉണ്ടാവുള്ളൂ. ആ x എവിടെ ആയിരിക്കും എന്നുള്ളത് അതിൻ്റെ ഇങ്ങനെ സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. അവസാനം സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫൈനലി അതിന് ഗ്രാഫിക്കലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രാഫിക്കലിയും റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.